എല്ലാവർക്കും നമസ്കാരം. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നാണ് കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രം. മനോഹരമായ സഹ്യപർവ്വതനിരയുടെ താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന കൊട്ടിയൂർ ക്ഷേത്രം സമൃദ്ധമായ പ്രകൃതി സൗന്ദര്യത്താൽ അനുഗ്രഹീതമാണ്. കൊട്ടിയൂരിൽ 2 ക്ഷേത്രങ്ങളാണുള്ളത്, അക്കരെ കൊട്ടിയൂരും ഇക്കരെ കൊട്ടിയൂരും. വൈശാഖ മാസ ഉത്സവത്തിൽ മാത്രമാണ് അക്കരെ കൊട്ടിയൂർ നട തുറക്കുന്നത്. ദക്ഷയാഗ ചരിത്രത്തെ ആധാരമാക്കിയുള്ള ഒരു ഐതിഹ്യമാണ് ശ്രീ കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രത്തെ കുറിച്ച് പറയുന്നത്. വളരെ പണ്ട് കാനനവാസികൾ നഞ്ചും നായാട്ടും പൂനം കൃഷിയും കന്നുകാലി വളർത്തലുമായി ജീവിതം നയിച്ചിരുന്ന കാലത്ത് ഇന്നത്തെ കൊട്ടിയൂർ ക്ഷേത്ര സങ്കേതം ഉൾപ്പെടുന്ന വനമേഖലയിൽ ഒറ്റപ്പിലാവ് മലയിൽ കാനനവാസിയായ ഒരു കുറിച്യൻ തന്റെ പതിവ് നായാട്ടിനായി ഇറങ്ങിയ അവസരത്തിൽ തന്റെ കയ്യിലുള്ള അമ്പിന് മൂർച്ച കൂട്ടുന്നതിനായി മുമ്പിൽ കണ്ട മിനുസമാർന്ന ലക്ഷണമൊത്തമായ ഒരു ശിലയിൽ ശക്തമായി ഉരച്ചു. അപ്പോൾ ആ കല്ലിന്റെ മുകൾ ഭാഗത്തു നിന്നും രക്തം ധാരധാരയെ ഒഴുകി വരാൻ തുടങ്ങി. അത്ഭുത ശബ്ദനായ ആ കുറിച്യൻ ഭയന്ന് നിലവിളിച്ച് ഘോരവനത്തിൽ നിന്നും ഓടാൻ തുടങ്ങി. എങ്ങോട്ട് ഓടണമെന്ന് യാതൊരു നിശ്ചയമില്ലാതിരുന്ന ആ കാനനവാസി എത്തിയത് വളരെ ദൂരെയല്ലാതെ സ്ഥിതി ചെയ്യുന്ന പടിഞ്ഞാറ്റ് ഇല്ലത്തേക്കായിരുന്നു. ഭയന്ന് അലറി വിളിച്ചു വരുന്ന കുറിച്യന്റെ കണ്ട തിരുമേനി വന്ന കാര്യം ആവർത്തിപ്പിക്കുവാൻ കൽപ്പിച്ചു. അവൻ കാട്ടിൽ കണ്ട അത്ഭുത സംഭവങ്ങൾ കിതച്ചും വിറച്ചും കൊണ്ട് ഒരുവിധം പറഞ്ഞൊപ്പിച്ചു. വേദജ്ഞാനിയായ പടിഞ്ഞാറ്റ് നമ്പൂതിരിക്ക് കാര്യങ്ങൾ ഏകദേശം മനസ്സിലാവുകയും കാനനശിലയിൽ രക്തപ്രവാഹമോ ഇത് ഈശ്വര ചൈതന്യത്തിന്റെ മായാവിലാസം തന്നെയല്ലേ? ചില ധാരണകളിൽ എത്തിച്ചേർന്ന തിരുമേനി ഈ വിശേഷം കൊട്ടിയൂർ മാമലകൾക്കധിപതികളായ മണത്തണയിലെ പ്രധാന നായർ താറവാടുകളായ 5 വീട്ടുകാരെ അറിയിച്ചു വരുവാൻ കുറിച്യനെ ചുമതലപ്പെടുത്തി. അപ്രകാരം കുറിച്യൻ മണത്തണയിലേക്ക് ഓടിച്ചെന്ന് കാര്യങ്ങൾ വിവരിച്ചു. കേട്ട ദിവ്യാത്ഭുത സംഭവത്തിന്റെ പൊരുളറിയാൻ കാരണവന്മാർ പരിചാര വൃന്ദങ്ങളോടൊപ്പം തിടുക്കത്തിൽ പുറപ്പെട്ടു. രാജകൊട്ടാരത്തിൽ വിവരമറിയിക്കാൻ ഒരു ദൂതനെ അയക്കുകയും ചെയ്തു. പടിഞ്ഞാറ്റ് ഇല്ലത്ത് എത്തിച്ചേർന്നു. പിന്നെ 5 വീട്ടിൽ കാരണവന്മാരും പരിചാരകന്മാരും മറ്റുള്ളവരും കുറിച്യനോടൊപ്പം ഈ കൊടുങ്കാട്ടിൽ എത്തിച്ചേർന്നു. കുറിച്യൻ താൻ അമ്പെയ്ത ദിവ്യശിലയെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയും ചെയ്തു. ഈ ശിലയിൽ നിന്നും അണമുറിയാതെ രക്തം പ്രവഹിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ദൈവചൈതന്യം സ്വയംഭൂ ഇല്ലാതെ മറ്റെന്താകാൻ? പടിഞ്ഞാറ്റ് നമ്പൂതിരി രക്തപ്രവാഹം നിർത്താനുള്ള പ്രതിക്രിയകൾ ചെയ്യുവാൻ സന്നദ്ധനായി. തൊട്ടടുത്തായി ഒഴുകുന്ന കാനനച്ചോലയിൽ നിന്നും കൈക്കൊമ്പുകളിൽ തെളിനീരെടുത്ത് മന്ത്രം ചൊല്ലി നിരവധി തവണ അഭിഷേകം ചെയ്തുവെങ്കിലും ഫലം കണ്ടില്ല. തിരുമേനി നിർദ്ദേശിച്ചതനുസരിച്ച് ശുദ്ധമായ പാലും നെയ്യും വേണ്ടത്ര കൊണ്ടുവന്നു. അതും വിധിപ്രകാരം അഭിഷേകം ചെയ്തു. എന്നിട്ടും രക്തപ്രവാഹത്തിന് യാതൊരു കുറവുമുണ്ടായില്ല. ഇനി എന്ത് പ്രതിവിധി എന്ന് ചിന്തിച്ച് വിഷാദിച്ചിരിക്കുമ്പോഴാണ് തന്റെ വൃത്തിയിലൊരാളായ ഒരാൾ ഇളനീർ കുലകളുമായി ഓടിയെത്തിയത്. തിരുമേനി പരിചാരകരോട് അവ ചെത്തി പാകമാക്കാൻ കൽപ്പിക്കുകയും അദ്ദേഹം ഇളനീരുകൾ ഒന്നൊന്നായി ഇടമുറിയാതെ അഭിഷേകം ചെയ്യുകയും ചെയ്തു. പൊടുന്നനെ രക്തപ്രവാഹം നിലയ്ക്കുകയും ചെയ്തു. അമ്പുരച്ച ആ മുറിവുണങ്ങുന്നതിനായി കളഭമരച്ച് പുരട്ടുകയും ചെയ്തു. അവിടെ കൂടിയ മേലാള കീഴാള വിഭാഗത്തിൽപ്പെട്ട എല്ലാ ജനങ്ങളും തിരുസന്നിധിയിൽ സാഷ്ടാംഗം പ്രണാമം ചെയ്തു. തൊഴുകൈകളോടെ മനമുരുകി പ്രാർത്ഥിച്ചു. കണ്ണീർ ധാരധാരയെ ഒഴുക്കിക്കൊണ്ട് നിൽക്കുന്ന കുറിച്യനെ തിരുമേനി സമാശ്വസിപ്പിച്ചു. ഈ ദേവഭൂമിയുടെ കാവലാളായി അവകാശികളിൽ പ്രധാനിയായി കൽപ്പിച്ച് അനുഗ്രഹിക്കുകയും ചെയ്തു. പരമപവിത്രമായ ആ ശില സ്വയംഭൂ ചൈതന്യമുണ്ടെന്ന് ഉറപ്പുവരുത്തിയതോടെ പടിഞ്ഞാറ്റ് നമ്പൂതിരി വിദഗ്ധരായ ജ്യോതിഷികളെ ക്ഷണിച്ചു വരുത്തി പ്രശ്നചിന്ത നടത്തി. കാര്യങ്ങൾ ഓരോന്നായി തെളിഞ്ഞു. ഈ കാനനശില സാക്ഷാൽ സ്വയംഭൂ ശിവലിംഗമാണ്. പ്രസിദ്ധമായ ദക്ഷയാഗം നടന്നത് ഈ സൗധത്തിലാണ്. പരമേശ്വര സാന്നിധ്യം മാത്രമല്ല, ശ്രീ സതീദേവിയുടെയും ശക്തമായ സാന്നിധ്യം തൊട്ടടുത്തായിട്ടുണ്ട്. അതുകൂടാതെ പൂർത്തീകരണത്തിൽ സന്നിഹിതരായ ത്രിമൂർത്തികളുടെയും ദേവഗണങ്ങളുടെയും ഭൂതഗണങ്ങളുടെയും 33 കോടി ദേവഗണങ്ങളുടെയും സാന്നിധ്യം ഇവിടെ ദർശിക്കുവാൻ കഴിഞ്ഞു. സ്വയംഭൂ ചൈതന്യം കണ്ടെത്തിയ വേളയിൽ പടിഞ്ഞാറ്റ് നമ്പൂതിരി അനുഷ്ഠിച്ച പരിഹാരക്രിയകൾ ഇന്നും അതേപടി തുടരുന്നു. നീരെഴുന്നള്ളത്ത്, 1000 കുടാഭിഷേകം, നെയ്യാട്ടം, പഞ്ചഗവ്യം, ഇളനീരാട്ടം, കളപ്പാട്ടം എന്നിവയെല്ലാം ഇന്നും തുടർന്നു പോരുന്നു. ദക്ഷന് ധാരാളം സൽപുത്രിമാരുണ്ടായിരുന്നു എങ്കിലും അവരെല്ലാം യഥായോഗ്യരായ ഭർത്താക്കന്മാരോടൊപ്പം കഴിയുകയും ചെയ്തിട്ടും ദക്ഷന് തൃപ്തിയായില്ല. സാക്ഷാൽ പരാശക്തിയായ ഭഗവതി തന്റെ മകളായി ജനിക്കണമെന്ന ഒരു ദുരാഗ്രഹം പ്രജാപതിക്ക് ഉണ്ടായി. പ്രജാപതിമാരിൽ പ്രമുഖ സ്ഥാനം നേടാൻ കഴിഞ്ഞതിലുള്ള അഹങ്കാരം ദക്ഷനിൽ വളർന്നു വന്നു. സ്വന്തം പിതാവിനേക്കാൾ വലിയവനാകണമെന്ന മോഹവും ദുഷ്ചിന്തയും ദക്ഷനിൽ ഉടലെടുത്തു. ദക്ഷൻ തന്റെ ആഗ്രഹം പിതാവായ ബ്രഹ്മദേവനെ അറിയിച്ചു.
അഹങ്കാരം മുറ്റി നിൽക്കുന്ന ദക്ഷന്റെ വാക്കുകൾ കേട്ടപ്പോൾ ബ്രഹ്മദേവൻ മകന്റെ ദുഷ്ചിന്തകളുടെ പോക്ക് മനസ്സിലാക്കുകയുണ്ടായെങ്കിലും പുത്രവാത്സല്യത്താൽ ഉപായം നിർദ്ദേശിക്കുകയും ചെയ്തു. ദേവിയെ തപസ് ചെയ്ത് പ്രസാദിപ്പിക്കാൻ ഉപദേശിച്ചു. പിതാവിന്റെ ഉപദേശപ്രകാരം ദക്ഷൻ കഠിന തപസ് ആരംഭിച്ചു. ഭക്തന്റെ തപോനിഷ്ഠയിൽ മനസ്സലിഞ്ഞ് പ്രത്യക്ഷപ്പെട്ട വരം ചോദിക്കുവാൻ ദേവി കൽപ്പിച്ചു. ദക്ഷൻ തന്റെ ആഗ്രഹം തുറന്നു പറഞ്ഞു. വരം നൽകി അനുഗ്രഹിക്കാൻ ഉറച്ച ദേവി ഒരു നിബന്ധന വെച്ചു. എന്നെങ്കിലും തന്റെ ഭാവം മറന്ന പിതാവ് പെരുമാറിയാൽ അതോടെ താൻ ഭൂലോക ജീവിതം വിടിയും. അങ്ങനെ സംഭവിച്ചാൽ അത് താങ്കൾക്ക് മാത്രമല്ല ലോകത്തിന് തന്നെ ദോഷമായി തീരും. മാത്രമല്ല സർവനാശത്തിനും കാരണമായേക്കുമെന്നും ദേവി പറഞ്ഞു. സാക്ഷാൽ മഹാദേവിയെ താൻ അവമാനിക്കുകയോ അതൊരിക്കലും ഉണ്ടാകില്ല, ദക്ഷൻ തീർത്തു പറഞ്ഞു. അപ്രകാരം ദേവി വരം നൽകി അനുഗ്രഹിച്ചു. ദക്ഷന് കിട്ടിയ വരപ്രകാരം വളരെ നാളുകൾക്ക് ശേഷം മന്ദാകിനി നദിയിൽ നീരാടുന്ന വേളയിൽ ചെന്താമരപ്പൂവിനുള്ളിൽ ഒരു പൊൻ പ്രഭാപൂരം കാണാനിടയാകുകയും ക്ഷണനേരം കൊണ്ട് ദക്ഷൻ താമരപ്പൂവിനടുത്തേക്ക് നീന്തി ചെന്നു. താമരപ്പൂവിനുള്ളിൽ ഒരു പൊന്നോമന പൈതൽ കുഞ്ഞിനെ വാരിയെടുത്ത് അപ്പോൾ ഒരു അശരീരി ഉണ്ടായി. ഭക്ത, നീ ആഗ്രഹിച്ച പ്രകാരം ഞാൻ വരം നൽകി. അതനുസരിച്ച് മനുഷ്യരൂപത്തിൽ അവതരിച്ച സാക്ഷാൽ മഹാദേവിയാണെന്നും മകളായി കരുതി യഥായോഗ്യം വളർത്തണമെന്നുമായിരുന്നു ആ അശരീരി. സന്തോഷവാനായ ദക്ഷൻ കുഞ്ഞിനെയും എടുത്ത് തന്റെ കൊട്ടാരത്തിലേക്ക് വന്നു. ദക്ഷൻ കുഞ്ഞിന് സതി എന്ന് നാമകരണം ചെയ്തു. ഏവരെയും സന്തോഷമേകിക്കൊണ്ട് വാത്സല്യനിധിയായി സതീദേവി വളർന്നു. ദക്ഷൻ മകളുടെ ഏത് ആഗ്രഹങ്ങളും സാധിച്ചു കൊടുക്കുന്നതിൽ പ്രത്യേകം ശ്രദ്ധിച്ചു. ദക്ഷന്റെ പുത്രിയായ ദേവിക്ക് ദാക്ഷായണി എന്നും പേരുണ്ടായി. ഇതിനെ ദക്ഷന്റെ പുത്രിമാരുടെ പതിയായ ചന്ദ്രഭഗവാന് പത്നിമാരിൽ നീരസം തോന്നി. അതുമൂലം ചന്ദ്രഭഗവാൻ ഒരു ഘട്ടത്തിൽ അവരെ പിരിഞ്ഞു. ഈ വിവരം അറിഞ്ഞ് ദക്ഷൻ ചന്ദ്രഭഗവാനെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് പ്രതിജ്ഞ ചെയ്തു. 14 ലോകത്തിലും തിരഞ്ഞു നടന്നു. ഒടുവിൽ ദേവലോകത്തു നിന്നും ഇരുവരും തമ്മിൽ കണ്ടുമുട്ടി. ഇരുവരും തമ്മിൽ വാഗ്വാദം മൂത്ത് കയ്യാങ്കളിയിൽ എത്തിയപ്പോൾ ചന്ദ്രഭഗവാൻ കൈലാസത്തിലേക്ക് ഓടിയെത്തി ശ്രീ പരമേശ്വരനെ അഭയം പ്രാപിച്ചു. ക്രോധാവേശത്തോടെ പിന്തുടരുന്ന ദക്ഷനെ കാലാന്തകൻ എതിരിട്ട് തോൽപ്പിച്ചു. ഈ ഒരു കാരണത്താൽ അപമാനവും പരാജയവും കാരണം പരമേശ്വരനോട് പോലും പക ദക്ഷന് വർദ്ധിച്ചു. 14 ലോകത്തും വെല്ലാൻ ആരുമില്ലെന്ന ഭാവത്തിൽ ജീവിക്കുകയായിരുന്ന ദക്ഷന് ഈ ചെറിയൊരു പരാജയം പോലും താങ്ങാനാവുന്നതായിരുന്നില്ല. സംഹാരമൂർത്തിയായ ശിവനോട് പോലും ദക്ഷന് ബദ്ധശത്രുത വളർത്താൻ തുടങ്ങി. വർഷങ്ങൾ കടന്നുപോയി. സതീദേവി യൗവനയുക്തയായ മകൾക്ക് വിവാഹപ്രായവും എത്തി. ലോകത്തിലെ ഏറ്റവും ഉത്കൃഷ്ടനായ തന്റെ കുലമഹിമയ്ക്ക് ചേർന്ന ഒരാളാവണം തന്റെ മകൾ സതീദേവിയെ വിവാഹം കഴിക്കേണ്ടതെന്ന ചിന്ത ദക്ഷനുണ്ടായി. ഈ വിവരം സതീദേവിയെ പിതാവ് അറിയിക്കുകയും ചെയ്തു. എന്നാൽ താൻ ഒരിക്കലും കേൾക്കാൻ ആഗ്രഹിക്കാത്ത ഒരു നാമം സതീദേവിയിൽ നിന്നും കേട്ടപ്പോൾ ദക്ഷന് സഹിക്കാൻ കഴിഞ്ഞില്ല. പിന്നീട് പ്രജാപതി നിരന്തരം ശിവഭഗവാനെ കുറ്റപ്പെടുത്തി. തുടലമാടനായ കൈലാസവാസി, വിഷസർപ്പങ്ങളെ കഴുത്തിലണിഞ്ഞവൻ, കാട്ടാള രോഗി എന്നിങ്ങനെ അപഹസിക്കുകയും ചെയ്തു. എന്നാൽ സതീദേവിയുടെ മനസ്സിൽ ശിവഭക്തിയും അനുരാഗവും വളർന്നു വന്നതേയുള്ളൂ. തന്റെ ഉദ്ദേശം നടക്കാതെ വന്നവരുള്ള അപമാനബോധവും ശത്രുവായ പരമശിവനെ പുത്രി തന്നിഷ്ടപ്രകാരം പരിണയിച്ചിട്ടുള്ള മാനഹാനിയും മൂലം ദക്ഷന് സകലതരോടും ദേഷ്യവും പരമേശ്വരനോടുള്ള പകയും വർദ്ധിക്കുകയും ചെയ്തു. പിന്നീട് 14 ലോകങ്ങളിലെയും യുവ കോമളന്മാരെ സ്വയംവരത്തിനായി ക്ഷണിക്കപ്പെട്ടു. രാജകുമാരന്മാർ, പ്രഭുക്കന്മാർ, ദേവകുമാരന്മാർ, ഗന്ധർവ സുന്ദരന്മാർ എന്നിവരെ എല്ലാം ദക്ഷൻ കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു വരുത്തി. സ്വയംവര മുഹൂർത്തമായി വരണമാല്യമായി ദാക്ഷായണി തോഴിമാരോടൊപ്പം മണ്ഡപത്തിലെത്തി. എന്നാൽ എല്ലാവരും എന്നെ തന്നെ വരിക്കുമെന്ന വിശ്വാസത്തിന്റെയും പ്രാർത്ഥനയുടെയും നിന്നു. എന്നാൽ സതീദേവി പരമശിവനെ പ്രതീക്ഷിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ എവിടെയും കണ്ടില്ല. എന്തു ചെയ്യണമെന്നറിയെ സതീദേവി വലഞ്ഞു. അപ്പോഴാണ് തന്റെ പിതാവ് ശിവനെ അഭിമാനിക്കുന്നതിനായി കാവൽ ഭടൻ എന്ന വണ്ണം നിർമ്മിച്ചു നിർത്തിയിരിക്കുന്ന പ്രതിമയിൽ ഒരു ദിവ്യപ്രകാശം ദർശിക്കാൻ കഴിഞ്ഞത്. ദേവിക്ക് മാത്രമേ അത് തിരിച്ചറിയാൻ കഴിഞ്ഞുള്ളൂ. ദേവി പിന്നീട് ഒന്നും ആലോചിച്ചില്ല. ശിവനെ സങ്കല്പിച്ച മൺപ്രതിമയിൽ വരണമാല്യം ചാർത്തി. ദേവി സ്വയം പന്തലിൽ മോഹാലസ്യപ്പെട്ടു വീണു. ഞൊടിയിടയിൽ ദേവിയെ തന്റെ കൈക്കൊമ്പിളിൽ കോരിയെടുത്ത ഭഗവാൻ അന്തികേശത്തിന്റെ പുറത്തേറി കൈലാസത്തിലേക്ക് മറഞ്ഞു. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ദക്ഷൻ പ്രജാപതിമാരിൽ മുഖ്യനായി ഉയർത്തപ്പെട്ടു. തന്റെ പ്രതാപം വർദ്ധിപ്പിക്കാൻ ദേവലോകത്ത് വെച്ച് ഒരു യാഗം നടത്തുവാൻ ദക്ഷൻ തീരുമാനമെടുത്തു. മഹായാഗത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. ഈ യാഗം ശിവനിന്ദയ്ക്കുള്ള വേദിയാക്കി മാറ്റി. ഈ യാഗം ശിവനെയും സതീദേവിയെയും ദക്ഷൻ ക്ഷണിച്ചില്ല. അച്ഛൻ നടത്തുന്ന മഹായാഗം സതീദേവിക്ക് അറിയാൻ ഇടവന്നു. സതീദേവി ശിവഭഗവാനോട് തന്റെ ആഗ്രഹം അറിയിച്ചു. എനിക്ക് പോകണം. എന്നാൽ ശിവഭഗവാൻ പറഞ്ഞു, നീ പോയാൽ അപമാനിക്കപ്പെടും. എന്നാൽ സതീദേവി പറഞ്ഞു, കുറെ കാലമായില്ലേ ബന്ധുക്കളെ കണ്ടിട്ട്. ഒടുവിൽ മനസ്സിലോടെ ഭഗവാൻ സമ്മതിച്ചു.
മഹായാഗഭൂമിയിൽ എത്തിയ തന്റെ മകളാണെന്ന് പോലും കരുതാതെ ദശനെ അപമാനിക്കുകയാണ് ചെയ്തത്. ഇതിൽ മനം നൊന്ന് സതീദേവി എല്ലാവരുടെയും മുന്നിൽ വെച്ച് തന്റെ മനുഷ്യരൂപം പിടിഞ്ഞ് ആദിപരാശക്തി രൂപത്തിലായ ദേവി അഗ്നിഗോളമായി ആകാശത്തിലേക്ക് ഉയർന്നു. ഇതെല്ലാം അറിഞ്ഞ് സംഹാരരുദ്രനായ മഹാദേവൻ തന്റെ തിരുജട അഴിച്ചിട്ട് 14 ലോകങ്ങളും പ്രകമ്പനം കൊള്ളിച്ച് താണ്ഡവമാടി. ഈ താണ്ഡവത്തിൽ ലോകം മുഴുവൻ ആടിയുലഞ്ഞു. ദേവന്മാരും പ്രജകളും ഭയന്നു. ഭഗവാന്റെ തിരുജടയിൽ നിന്ന് ഒരു മുടി പിഴുതെടുത്ത് കൈലാസഭൂമിയിൽ ഉടച്ചു. ഇതിൽ നിന്നും ഭീമാരൂപമായ വീരഭദ്രൻ ഉടലെടുത്തു. തന്റെ അവതാര ലക്ഷ്യം എന്തെന്നറിയുവാൻ കൈകൂപ്പി നിന്നു. വീരഭദ്രനെയും ശിവകിങ്കരന്മാരെയും യാഗവേദിയിലേക്ക് പോകുവാൻ കൽപ്പിച്ചു. കോപമടങ്ങാതെ ഭഗവാൻ തൃക്കണ്ണിൽ നിന്നുണ്ടായ ജ്വാലയിൽ നിന്ന് ഒരു ദേവി കൂടി ഉണ്ടായി. ഭദ്രകാളിയാണത്. ഭദ്രകാളി ക്ഷണം നേരം കൊണ്ട് യാഗവേദിയിലേക്ക് എത്തി. നൊടിയിടയിൽ യാഗശാല തല്ലിത്തകർത്ത് കണ്ണിൽ കണ്ടവരെ എല്ലാവരെയും വധിച്ചു. യജ്ഞകുണ്ഡം അശുദ്ധമാക്കി. എന്നാൽ പ്രധാന ശത്രുവിനെ തിരഞ്ഞു നടക്കുകയായിരുന്ന വീരഭദ്രൻ ദക്ഷനെ പിടികൂടി കോപം കൊണ്ട് വിറച്ച് തന്റെ ഉടവാളെടുത്ത് ദക്ഷന്റെ കഴുത്തറുത്ത് ശിരസ്സെടുത്ത് ഹോമകുണ്ഡത്തിലേക്ക് എറിഞ്ഞു. പിന്നീട് വീരഭദ്രനും സംഘവും കൈലാസത്തിലേക്ക് മടങ്ങി. ഇടവ മാസത്തിലെ ചോതി നക്ഷത്രം മുതൽ മിഥുനമാസത്തിലെ ചിത്ര നക്ഷത്രം വരെയുള്ള ദിവസങ്ങളിലാണ് അക്കരെ കൊട്ടിയൂരിൽ വൈശാഖ ഉത്സവം നടത്തുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് കൊട്ടിയൂർ യാഗഭൂമിയെ കുറിച്ചുള്ള ഐതിഹ്യങ്ങളും വിവരണങ്ങളും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്.